സംഗതി അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ കിട്ടിയ വണ്ടിക്കകത്ത് കയറി അന്നേരം ഇഞ്ഞ് പോന്നു. ഞാൻ അവിടെ ഇന്ന് എല്ലാവരോടും അറിഞ്ഞ ഓരോരുത്തർ ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ പറ്റുമോ? അല്ലാതെ തന്നെ മനുഷ്യന് 100 കൂട്ടം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അത് പോരാത്തോണ്ട് അവിടെ ഓരോന്ന് ഉണ്ടാക്കാനായിട്ട്. ഈ ഒരു ഒറ്റ പ്രവർത്തിയുടെ തങ്ങഞ്ഞേട്ടത്തി വൈറലോട് വൈറൽ നാട്ടിൽ മുഴുവൻ സംസാര വിഷയം. ആയിക്കൂടാത്തെന്ത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ലേടി? ഒന്നും ചെയ്തില്ലേ? എന്റെ ക്രിറ്റ ചേട്ടാ അത് വന്നേ പിന്നെ ഫോണിന് ഒരു സൗകര്യവും ഇല്ല. ഏട്ടൻ വിളിച്ച് ചീത്ത വിളിച്ചോണ്ടിരിക്കുക. ഫോണ്ട് മാത്രമല്ല മനുഷ്യന്റെ സ്വസ്ഥത പോയി. അതിന്റെ താഴെ വന്ന കമന്റ് മൊത്തം തങ്ങഞ്ഞേട്ടത്തി തെറിയ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നല്ലോ. എന്തെന്ന് ഒരു കമന്റ് കണ്ടത്? ഞാൻ പറഞ്ഞത് വെറുതെ അല്ല, നോക്ക് കണ്ടോ, 1500 ലൈക്ക്, 12,000 ഷെയർ. തെറികളാ മൊത്തം. നിനക്ക് എന്തിന്റെ കുഴപ്പമായിരുന്നടി? ഇവിടെ വന്ന് ചുമ്മാ നിന്ന ഇവരുടെ അടുത്ത് അവരോടത് അങ്ങ് ആളാവുകയാണ് അവള്. ആ വീഡിയോ എടുത്തെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു അത് പ്രശ്നമാവോ എന്തേലും പോവാനോ. വീട്ടിൽ നമ്മളെടുത്ത് കാണിക്കും പോലെയല്ല നാട്ടുകാരുടെ അടുത്ത് കാണിക്കണേ. അത് മാത്രമല്ല ക്യാമറ എടുക്കുമ്പോ നോക്കി അതിൽ തന്നെ നോക്കി നിൽക്കുക. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും ക്രിറ്റ ചേട്ടാ? എന്താ ചെയ്യണത്? ആ ഇത് പോസ്റ്റ് ഇട്ടവനെ കണ്ടെത്താൻ നോക്കിയിട്ട് നടക്കണില്ല. ഇതൊക്കെ ആരാന്ന് എങ്ങനെ അറിയണേ? അല്ല ഇവള് പറയുമല്ലോ എപ്പോഴും മറ്റേ സുലു പൊട്ടയാണ്, ബോധമില്ലാത്തവളാണെന്ന്. ആ വീഡിയോ എടുത്തപ്പോ അവള് മുഖം മറച്ച്. അതെ നീയാണടി കഴുത. ചേച്ചി നമ്മള് രണ്ടുപേരും വീഡിയോയിലായി ചേച്ചി. ഞാനില്ല, തങ്കം മാത്രമല്ലേ ഉള്ളൂ, ഞാൻ മുഖം മറിച്ചിട്ടുണ്ട്. ബോധം വേണ്ട ഇവക്ക്, ബോധം. നമ്മൾ ഒരു പൊതുപ്രവർത്തകനെ ഈ പുറത്തിറങ്ങി നടക്കണ്ടേ? ഒന്നാമത് ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിയുടെ അതിന്റെ ചർച്ച നടക്കുകയാണ്. അതിലെ വിഷയം എന്താണ്? യുവാക്കളും യുവതികളും സ്വാതന്ത്ര്യവും. അതാണ് വിഷയം. അതിന്റെ മീറ്റിംഗിൽ ഇരിക്കുമ്പോ എന്റെ ഭാര്യയുടെ ഒരു വീഡിയോ അങ്ങനെ വന്നു പറഞ്ഞാൽ നാണക്കേടല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ തങ്കത്തിനോട്. കേക്കൂല, അവക്ക് അതികുന്തമാണ്, അതികുന്തം. ഇവിടെ നിന്ന് അവരെന്ത് ചെയ്തേ ഈ പിള്ളേര്? എന്ത് തോന്നിയ അവർ കാണിച്ചു? ഏതാണ്ട് കണ്ടെന്ന്. എന്താ അവര് കൊറേ നേരം കൊണ്ട് അവിടെ നിക്കുവായിരുന്നു. അവിടെ നിന്നിട്ട് എന്ത് ചെയ്ത്? അവിടെ എന്തിനങ്ങനെ നിന്റെ തലയിലല്ലേ കയറി നിന്നത് അവര്? അവരവിടെ നിന്ന് ഭയങ്കര വർത്താനമായിരുന്നു. ശരിയല്ലായിരുന്നു. അയ്യോ, എന്നാ പിന്നെ അവരുടെ നടുക്കേറി അങ്ങ് നിക്കായിരുന്നില്ലേ? ഇപ്പോഴെങ്കിലും ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് സമാധാനമായില്ല നിനക്ക്? ഒരു വർത്താനം പറഞ്ഞതാണ്. ക്ലീറ്റോ ചേട്ടൻ മാത്രമല്ല ആർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. അത് ഇനി ഷെയർ ചെയ്തോണ്ടിരിക്കും, അങ്ങ് എത്തും. നിന്നെ ഇനി ആൾക്കാർ റോഡിട്ട് നിന്നെ അടിക്കൂടി, നീ നോക്കിക്കോ. തെറി വിളിക്കവളെ. പുറത്തിറങ്ങാൻ പറ്റത്തില്ല, നാളെക്കേടല്ലേ? നമുക്ക് ഇറങ്ങാൻ പറ്റൂലേ? എന്തൊരു കഷ്ടമാണ്. കുറച്ച് ദിവസത്തേക്ക് പുറത്തിറങ്ങണ്ട.